എങ്ങനെയാണ് വേണു വടുവത്തിനെ പാരാനോർമൽ റിസർച്ചറായ ജോർജ് മെത്തി സർ കണ്ടെത്തിയത്? സാറിനെ കുറിച്ച് ഞാൻ ശരിക്കും കേട്ടറിവ് മാത്രമേ അന്നത്തെ കാലത്ത്. സാറിൻ്റെ അടുത്ത് പറഞ്ഞ് ഈ നമ്മൾ 3 പേരിൽ ആരുടെ കൂടെയാണ് വേറൊരു എക്സ്ട്രാ ഒരു പവർ, ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം? സാർ എന്തിനാ ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? അത് പലപ്പോഴായി എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഒരു വലിയ വീടിനകത്ത് ആ വീടിനെ ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് സാറിനെ നമുക്കൊരിക്കലും പഠിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയിൽ തന്നെ ഈ 3 പേര് വരാൻ കാരണം? അത് ഞാൻ മനസ്സിലാക്കിയത് അവരെല്ലാം ഇവർ ജീവിച്ചിരുന്ന സമയത്ത് ഇവരെല്ലാം ഒരു ബെൽറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരാണ്. അതായത് പരീക്ഷ പാസ്സായി എൻ്റെ ടീമിൽ കയറിക്കോ. നിങ്ങൾ തമ്മിലുള്ള 10-18 വർഷത്തിന് മേലെ ആവും. 18 വർഷമാണ്. വേണിച്ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ വീണ്ടും കാണും എന്ന് പറഞ്ഞിട്ടാണ് ഓരോ എപ്പിസോഡിലും അപ്പോൾ നമ്മൾ എന്തായാലും കാണേണ്ട ആൾക്കാർ തന്നെയാണ്. അറിവ് എന്ന് പറയുന്നത് എപ്പോഴായിരുന്നാലും കിട്ടേണ്ടതാണ്. കാലം കടന്നു പോയാലും ഓരോ ദിവസവും പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ മാറ്റങ്ങളുമാണ്. തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ ജീവിക്കാനും മുന്നോട്ട് പോകാനും പ്രേരിപ്പിക്കുന്നത്. വേണുചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വേണുചേട്ടനും നമ്മുടെ ജോർജ് മാത്യു സാർ, ഞങ്ങളെല്ലാം ആരാധിക്കുന്ന ഒരു പ്രൊഫസറാണ് അദ്ദേഹം. പാരാനോർമൽ ആക്ടിവിറ്റി കൂടുതൽ റിസർച്ച് നടത്തുന്ന അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ ഒരുപാട് കണ്ടിട്ടുണ്ട്, അദ്ദേഹമായിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ഞാനുമായിട്ടൊരു ഇൻ്റർവ്യൂവും ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ വേണുചേട്ടൻ്റെ പേര് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂവിൽ വേണുചേട്ടനെ പറയുന്നുണ്ട്. പിന്നെ വേണുചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അദ്ദേഹം തന്നെയാണ്. എങ്ങനെയാണ് വേണു വടുവത്തിനെ പാരാനോർമൽ റിസർച്ചറായ ജോർജ് മെത്തി സർ കണ്ടെത്തിയത്? എങ്ങനെ വിശ്വാസം വന്നു അങ്ങയുടെ ഈ ആക്ടിവിറ്റി? സാറിനെ കുറിച്ച് ഞാൻ ശരിക്കും കേട്ടറിവ് മാത്രമേ അന്നത്തെ കാലത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2012 എൻ്റെ ഒരു ഷോ ഇറങ്ങുന്നത് ഒരു ചാനലിൽ. അന്ന് ചാനലിലൊക്കെ പോകാറുണ്ട്. അന്ന് ഫസ്റ്റ് ചാനൽ പ്രോഗ്രാമാണ്, ആദ്യത്തെ ചാനൽ പ്രോഗ്രാം. അന്ന് എത്ര വയസ്സുണ്ട്? വയസ്സ് പറയാൻ മടിയില്ലെങ്കിൽ. അന്ന് എത്രയാണ്, എനിക്ക് ഒരു 10-28 വയസ്സ് വരുമായിരിക്കാം. ചെറുപ്പക്കാരനായിരുന്നു. അപ്പൊ ചെറുപ്പത്തിന്റെ എല്ലാ എടുത്തുകേട്ടം ഉണ്ടായിരിക്കും ആ സമയത്ത്. ഏകദേശം അത്രയൊക്കെ വരുമായിരിക്കും. അപ്പോൾ അല്ല, എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കുന്നത്, ഇടയിൽ കയറി ചോദിക്കുന്നത് വിചാരിക്കില്ലേ, 28 വയസ്സിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സിദ്ധി വന്നപ്പോൾ ഒരുപാട് കളിയാക്കലെല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനൊരു ഷോയിൽ വരുന്നത്. ഈ ഷോയിൽ ചെന്നപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളെ കാണാനും ചോദ്യങ്ങൾക്കൊക്കെ ഇരയായോ? ഞാൻ ഇത് എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്ന സമയത്ത് മനസ്സിലാദ്യം സന്തോഷം തോന്നിയെങ്കിലും പിന്നെ ഒരു വെപ്രാളമായിരുന്നു, പേടി. കാരണം എന്ത് ചോദിക്കും, എന്ത് മറുപടി പറയും. ആരായിരുന്നു ഷോ? ശ്രീകണ്ഠൻ നായരാണ്. അടിപൊളി, നല്ല ആളിൻ്റെ അടുത്താണ്. അപ്പോൾ ഇത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യും, എന്ത് ചോദിക്കുമെന്നൊന്നും അറിയില്ല. പിന്നെ ശരിക്കും നമ്മൾ നേരത്തെ ഒരു സ്റ്റുഡിയോ ചെയ്ത് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ലൈറ്റ്, അപ്പോൾ ക്യാമറ, ആളുകൾ. അപ്പോൾ ഞാനൊന്ന് കുറച്ച് റെഫറൊക്കെ ചെയ്തുവെങ്കിലും എനിക്ക് അതൊന്നും തലയിൽ കയറിയില്ല. പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഒന്നും എനിക്ക് തലയിൽ കയറിയിട്ടില്ല. അങ്ങനെ ആണ് അവിടെ പോവേണ്ടി വന്നത്. പോയിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ എൻ്റേതായ ഒരു അറിവ് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൽ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്ന കാലഘട്ടം കൂടെയാണ്. അപ്പോൾ ഒരു പക്ഷേ അന്നൊരു ചെറിയൊരു എടുത്തുചാട്ടം കൂടെ ഉണ്ടായിരുന്നു എന്നൊരു തോന്നൽ എനിക്ക് ഇപ്പോൾ തോന്നുന്നു. ഞാൻ അന്ന് നേരത്തെ പറഞ്ഞത് 28-ൻ്റെ ഒരു ചെറുപ്പമല്ലേ? അതെ. അപ്പോൾ അത് അത്രയും വേണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. ഇപ്പം തോന്നുന്നുണ്ട്. അപ്പോൾ അന്ന് ഒരുപാട് കുറേ ആൾക്കാരുണ്ടായിരുന്നു, അതിനെ എതിർത്ത് വാദിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് വേണുചേട്ടനെ പോലെ ഇത്തരം സിദ്ധികളുള്ള വ്യക്തികളും ഉണ്ടായിരുന്നു ഫ്ലോറിൽ? വേറെ കുറച്ച് പേരുണ്ടായിരുന്നു.
കുറച്ച് പേരുണ്ടായിരുന്നു, ഞാൻ എല്ലാവരും ഓർക്കുന്നില്ല. അപ്പോൾ ആ ഷോ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് മീഡിയയിലെല്ലാം വന്നു, ഭയങ്കരമായിട്ട് ചാനലിൽ ഇത് നടക്കുകയാണ്. ആ സമയത്താണ് ഒരു സുഹൃത്ത് പയ്യൻ എന്നെ വിളിക്കുന്നത്. എന്നെ ആദ്യമായിട്ടാണ് ആ ഷോ കണ്ടിട്ട് ഒരാൾ വിളിക്കുന്നത്. അല്ല, ഷോയിൽ ചേട്ടൻ നന്നായിട്ട് പെർഫോം ചെയ്തോ? അത് തോന്നിയോ? ചെയ്തോ എന്നായിട്ട് എനിക്കറിയില്ല. അവർ കുറേ ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ അതിന് ഉത്തരം പറഞ്ഞു. കളിയാക്കലുണ്ടായിരുന്നല്ലോ? കളിയാക്കലും ഉണ്ടായിരുന്നു, ഇല്ല. പക്ഷേ എല്ലാം നേരിട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അല്ല, ഞാനത് ചോദിച്ചത്, മറ്റേ ആള് ചേട്ടൻ്റെ നമ്പർ തപ്പി പിടിച്ച് വിളിക്കുന്നു. അതെ. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ചേട്ടാ ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ചേട്ടനൊന്ന് പരിചയപ്പെടണമെന്നുണ്ട്, ചേട്ടൻ്റെ ഷോ കണ്ടു, കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ശരി, നമുക്ക് കാണാം. പുള്ളി വിളിക്കുന്നൊരു വെള്ളിയാഴ്ചയാണ്. അങ്ങനെ ഞായറാഴ്ച ഫിക്സ് ചെയ്തു കാണാനായിട്ട്. ശനിയാഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരാളൂടെ കാണും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞായറാഴ്ച രാവിലെ കാണാനുള്ള ഒരു സമയം പറഞ്ഞിരുന്നു. അപ്പോൾ ഞായറാഴ്ച രാവിലെ വന്നപ്പോൾ അവർ 3 പേരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ഒരു പ്രായമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ എനിക്ക് എന്നെ വിളിച്ച ആ പയ്യനെ പരിചയപ്പെടുത്തി. ഇതാണ് ജോർജ് മാത്യു സാറ്, പാരാസൈക്കോളജി പ്രൊഫസർ. ഞാനങ്ങ് അന്താളിച്ച് പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ പേര് കേട്ടിട്ടുണ്ട്, ആളിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പേര് കേട്ടിട്ടുണ്ട്. എനിക്ക് പരിചയപ്പെടണമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം കൊണ്ട് നടക്കുന്ന സമയത്താണ് സാർ എന്നെ കാണാൻ വന്ന ഒരു ഇതാണ്. അപ്പോൾ സാറ് ആരെ കണ്ടിരുന്നാലും ശരി തന്നെ ആ ആളിനെ ഒരു ഇൻ്റർവ്യൂ സാറങ്ങ് നടത്തും. അപ്പോൾ എന്നെയും ഒരു ഇൻ്റർവ്യൂ സാറ് നടത്തി. ഞാൻ എങ്ങനെയാണ് ഇതിൽ വന്നത്, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ എന്നൊക്കെ ചോദിച്ച് ഞാൻ എല്ലാത്തിനും എൻ്റേതായ ചെറിയ അറിവ് വെച്ച് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇൻ്റർവ്യൂ ടഫായിരുന്നു? ടഫൊന്നുമല്ല, എങ്കിലും പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. എങ്കിലും സാർ എന്നെ ഒരുപാട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. മൊത്തം ചോദിച്ചത്. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ 3 പേരിൽ ആരുടെ കൂടെയാണ് വേറൊരു എക്സ്ട്രാ ഒരു പവർ, ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം ഉള്ളതെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ആരെയാണ് ഫീൽ ചെയ്യുന്നത് ചോദിച്ചു. അങ്ങനെ ചോദിച്ച രീതിയിൽ ഒരു പുള്ളിക്ക് വിശ്വാസമായി. അല്ല, അങ്ങനെ ചോദിച്ചു എൻ്റെ അടുത്ത്. അദ്ദേഹത്തിന് അപ്പോഴും വിശ്വാസമായോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഞാൻ അന്താളിച്ചിരിക്കുകയാണ് ഇവരെല്ലാം വന്നപ്പോൾ. എനിക്ക് തോന്നുന്നു പരീക്ഷിക്കാനായിട്ട് ചോദിച്ചതായിരിക്കും, എന്തോ അറിയില്ല. സാറ് ചിലപ്പോൾ അറിയില്ല എനിക്ക്. അപ്പോൾ ഞാൻ ആ പയ്യൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 3 ആത്മാക്കളുടെ സാന്നിധ്യമുണ്ട്. ആ കൂടെ വന്ന എന്നെ വിളിച്ച വ്യക്തിയുടെ കൂടെ. അപ്പോൾ സാറ് കേട്ടത് ആരാണ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ പയ്യനും എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണെന്ന് പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേരൊന്നും പറയാൻ പറ്റുന്നില്ല, എങ്കിലും 3 പേര്, ഒരു പെണ്ണും 2 ആണും. അപ്പോൾ പുള്ളി പറഞ്ഞപ്പോൾ തന്നെ അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു പയ്യന് ആക്സിഡൻറ്റ് പറ്റിയാണ് മരിച്ചത്, മറ്റൊരാൾ ഈ ശരീരം മുഴുവൻ സോറിയാസിസ് പോലെ എന്തോ ഒരു അസുഖം വന്ന് സ്കിൻ പൊട്ടിയൊലിക്കുന്ന ഒരു അസുഖം വന്നിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു പെൺകുട്ടി പെട്ടെന്ന് ബ്ലഡ് ഉമക്റ്റ് ചെയ്ത് മരിക്കുകയാണ് ചെയ്തത്. ഈ 3 പേരും എങ്ങനെ ഒരാളുടെ ശരീരത്തുണ്ടാവും? അത് നമുക്ക് പറയാൻ പറ്റില്ല. 3 പേരിൽ അതിൽ കൂടുതലും ചിലപ്പോൾ ആൾക്കാർ കണ്ടെന്ന് വരാം. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് എത്രയാണോ അത് നമുക്ക് സെൻസ് ചെയ്ത് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയിൽ തന്നെ ഈ 3 പേര് വരാൻ കാരണം? അത് ഞാൻ മനസ്സിലാക്കിയത് അവരെല്ലാം ഇവർ ജീവിച്ചിരുന്ന സമയത്ത് ഇവരെല്ലാം ഒരു ബെൽറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരാണ്. ബെൽറ്റായിട്ട് വർക്ക് ചെയ്ത് ഒരു കൂട്ടായിരുന്നു, ഒരുമിച്ച് വർക്ക് ചെയ്ത് അടുത്ത സൗഹൃദമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ അത് പറഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ കുറിച്ച് പറഞ്ഞ സമയത്ത് ആ പയ്യൻ ഇറങ്ങി വെളിയിൽ പോയ സമയത്ത് ബ്ലഡ് ഉമക്റ്റി ചെയ്യാനാണ് പോയെന്ന് സാറ് പറഞ്ഞു. ഇങ്ങനെ ബ്ലഡ് ഉമക്റ്റ് ചെയ്ത് വരുമെന്ന് പറഞ്ഞു. ഈ വ്യക്തിക്ക് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നു? അസുഖമൊന്നുമില്ല, യാതൊരു അസുഖവും. പുള്ളി ഇപ്പോഴും ആരോഗ്യവാനാണ്, ഇപ്പോഴും ഉണ്ട് ആരോഗ്യവാനാണ്. അപ്പോൾ അന്ന് ഈ പെൺകുട്ടി ബ്ലഡ് ഉമക്റ്റ് ചെയ്ത് മരിച്ച ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിയാണ് കൂടുതലും ഇദ്ദേഹത്തിൻ്റെ മെമ്മറിയിലേക്ക് വന്നു പോകുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ അടുത്ത് നിൽക്കുന്നത് പെൺകുട്ടിയുടെ. അപ്പോൾ അതിൻ്റെ പ്രസൻസ് ആണ് ആ കാണിക്കുന്നത്. ഈ കുട്ടി വന്നു കഴിഞ്ഞാൽ അതങ്ങനെ ഉണ്ടാവും, ബ്ലഡ് ശ്രദ്ധിക്കും.
അപ്പം ഞാൻ അന്ന് ചോദിച്ചു റിലീസ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. റിലീസ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, നമ്മൾ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് അങ്ങ് നിർത്തി. അതായത് ഇത്രയും കഠിനമായ വേദന ഉണ്ടെങ്കിലും വേണ്ട. വേദനയായിട്ട് പുള്ളിക്കില്ല, ഇല്ല, അങ്ങനെയില്ല, വേദനയൊന്നും. അപ്പോൾ അത് അന്ന് അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞു. അതിനുശേഷം സാറ് എന്നെ വിളിക്കാറുണ്ട്. സാറിൻ്റെ കൺസൾട്ടിങ് ചിലതൊക്കെ ഞാൻ നോക്കാറുണ്ട്, എൻ്റെ അടുത്ത് പറയാറുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. സാർ എന്നെയും കൂട്ടി പല സ്ഥലത്തും പോയിട്ടുണ്ട്. അതായത് പരീക്ഷ പാസ്സായി എൻ്റെ ടീമിൽ കയറിക്കോ അങ്ങനെ പറഞ്ഞു ആയിരിക്കാം. അപ്പോൾ അല്ല, അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ഒരു വലിയ സാറ് സാധാരണ അങ്ങനെ എല്ലാവരെയും കൂടെ നിർത്തൂല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതെ അതെ പല ആൾക്കാരെയും സാറ് 1 വർഷത്തിൽ കൂടുതൽ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിലുള്ള ഇപ്പൊ ഏതാണ്ട് 10-18 വർഷത്തിന് മേലെ ആവും. 18 വർഷമാണ്. 18 വർഷത്തിന് മേലെ ആവും എന്നാണ് എൻ്റെ ഒരു തോന്നല്. എന്നാലും 10 വർഷത്തിന് മേലെ ആയില്ലേ? അപ്പോൾ അന്നോട്ട് ഇന്ന് വരെയും സാറിനെ ഞാൻ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. നമ്മളും ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാറുണ്ട്. എനിക്കുള്ള അനുഭവങ്ങളും സാറുമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. സാറിൻ്റെ അനുഭവങ്ങളും സാർ എൻ്റെ അടുത്ത്. ഞാൻ വേറൊരു കാര്യം, ഒരു കുസൃതി ചോദ്യമായിട്ട് എടുത്താൽ മതി. സാർ എന്തിനാ ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത്? അത് പലപ്പോഴായി എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഒരു വലിയ വീടിനകത്ത് ആ വീടിനെ ആ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് സാറിനെ നമുക്കൊരിക്കലും പഠിക്കാൻ പറ്റില്ല. സാറൊരു പ്രത്യേക അത്ഭുത സിദ്ധിയുള്ള ഒരു മനുഷ്യൻ എന്ന് ഞാൻ പറയാൻ കാരണം, ഞങ്ങൾ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾക്കിങ്ങനൊരു വാർത്ത ചെയ്യാൻ പോവുകയാണ്. ഞാൻ അന്നൊരു ജനം ടി വിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ തിരുവനന്തപുരം നഗരഹൃദയത്തിൽ 1 ഏക്കറും മൊത്തമായി കാട് ഉണ്ടാക്കിയ ഒരാൾ. ഞാൻ കൊള്ളാലോ, അത് കഴക്കൂട്ടത്താണ്, അതിൻ്റെ സ്റ്റോർ ചെയ്യണം. അങ്ങനെ ഞാനും ധനുഷ് ദേവൻ എന്നൊരു റിപ്പോർട്ടറുണ്ട്, ഞാനന്ന് ക്യാമറ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞങ്ങളുടെ ഡ്രൈവറുണ്ട് ഒരു രാകേഷ്, അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല, വെളിയിലാണ്. ഞങ്ങൾ 3 പേരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കയറിയപ്പോഴത്തേക്കും നമുക്കുണ്ടായ ഫീൽ വേറെയായിരുന്നു. ഇതൊരു എന്തിനാണ് ഞങ്ങൾ വന്നത്? ശരിക്കും കാടിനെ കുറിച്ച് ചെയ്യാനാണ് വന്നത്. പക്ഷേ സാറുമായിട്ട് അന്ന് തുടങ്ങിയൊരു ബന്ധമാണ്. സാറുമായിട്ട് ഒരുപാട് സംസാരിച്ചു, ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് അവിടെ വെച്ച് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് അന്ന് തോന്നിയതാണ് സാറ് ഒറ്റയ്ക്ക് എങ്ങനെ ഈ കാട്ടിൽ. സാറ് ഇവിടെ അല്ലാതെ തന്നെ കാട്ടിൽ ജീവിച്ച ഒരു മനുഷ്യനും കൂടെയാണ്. പുറത്ത് അതൊരു കാട്ടിൽ സാർ എത്രയോ മാസങ്ങൾ സാർ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് വെളിയിലോ? ഇന്ത്യക്ക് വെളിയിലല്ല, ഇന്ത്യക്കകത്ത് തന്നെയാണ്. കേരളത്തിന് പുറത്തോ? കേരളത്തിലാണോ അതേ മറ്റ് സ്റ്റേറ്റിലെവിടെയാണോ സാറ് താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാസങ്ങൾ. അപ്പോൾ അതുകൊണ്ട് സാറ് അതിൻ്റെ ഒരു പ്രകൃതി സ്നേഹി ആയതുകൊണ്ട്, സാറ് പ്രകൃതി സ്നേഹിയാണ് കൂടുതലും. കാരണം ഒരു ജീവജാലങ്ങളെയും സാറ് ശല്യം ചെയ്യാറില്ല. എല്ലാവരെയും സ്വാധീനിക്കാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും വീടുകളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അണ്ണാൻ്റെ കൂടും കടന്തൽ കൂടും എല്ലാം സാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാറ് ശരിക്കും പറഞ്ഞാൽ ഒരു സാത്വികനാണ്. സാറൊരു യോഗിയാണെന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. സന്യാസിയാണെന്ന് പറയാം. അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ചിലപ്പോൾ വേണ്ടി വന്നു വെച്ചാൽ സാറിൻ്റെ പഠനമായിട്ട് ബന്ധപ്പെട്ട് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സാറിനെ കുറിച്ച് എങ്ങനെയാണ് വിലയിരുത്തുന്നത്, എങ്ങനെ അറിയാൻ, സാറിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റി? ഞാൻ പറഞ്ഞു ഇന്ന് വരെ സാറിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ സാറിനെ പഠിക്കാൻ നോക്കുമ്പോൾ സാറ് ഇങ്ങനെ അകന്നകന്ന് പോകും. ഒരിക്കലും നമുക്ക് പിടിതരാത്ത ഒരു യാത്രയാണ് സാറിൻ്റെത്. അത് ശരിക്കും ചില സമയത്ത് ഞാൻ തന്നെ വിചാരിക്കും അത് മനുഷ്യനാണോ എന്നുള്ളത്. അതേ ഒരു മായയാണോ എൻ്റെ ഫ്രണ്ടിലേക്ക്, അത് മനുഷ്യനാണോ എന്നുള്ളത് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും വിളിച്ച് നമുക്ക് ഷൂട്ടിന് വേണമെന്ന് പറഞ്ഞാലും ഒരു മടിയും ഇല്ല. കൂടാതെ സാറ് എല്ലാവരുമായിട്ട് വളരെ സ്നേഹത്തോടെ സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ദേഷ്യം വരില്ല. ഞാൻ ഇന്ന് വരെ ദേഷ്യം വന്ന് സാറിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഗുരുസ്ഥാനത്താണ് സാറ് നിൽക്കുന്നത്. സാറിനെ ഞാൻ നിർത്തിയിരിക്കുന്നത് ഒരു ഗുരുസ്ഥാനം. കാരണം നമുക്കൊരു മനസ്സിന് ടെൻഷൻ തോന്നിയിരുന്നാലും സാറുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചാൽ മാത്രം മതി. ആ വിഷയം സംസാരിക്കേണ്ട, വേറെ ഏതെങ്കിലും വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചാൽ മതി. സാറിൻ്റെ അടുത്ത് ഇരിക്കുന്നപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ്. എനിക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാര്യം എൻ്റെ മകൻ്റെ ഒരു ചെയിന് കാണാനില്ല. ആ സമയത്താണ് ഞാൻ സാറുമായിട്ട് കൂടുതൽ ഈ ന്യൂസിൻ്റെ വാർത്ത കഴിഞ്ഞ ശേഷം ഞാൻ സാറിൻ്റെ ദിവസം വിളിച്ച് പറയാണ്, സാർ ഇങ്ങനെ അവർ പറയുന്നു
ചാത്തൻ എടുത്തുകൊണ്ട് പോയി എന്നാണ് ആ വീട്ടിൽ പോയവർ പറഞ്ഞത് എന്നോട്, വീട്ടിലുള്ളവർ പറഞ്ഞത്, അവിടെ വെച്ചാൽ കാണാതായത്. അപ്പോൾ എനിക്ക് ആ ഒരു സംശയം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാറിനെ വിളി, സാർ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്, എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? അപ്പോൾ സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എന്നെ കുറേ ക്വസ്റ്റ്യനൊക്കെ ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ഒരാളെ നമ്പർ തരാം, വിളിക്കും. അങ്ങനെ വിളിച്ച ആളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. എന്തായാലും അതിന് പരിഹാരം ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ അന്ന് മനസ്സിലായി. ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് മാത്രം അത് റിവീൽ ചെയ്യുന്നില്ല. എന്തായാലും സാറങ്ങേ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ട് സാറ്. അതെ അതെ, ഒരുപാട് ആൾക്കാർക്ക് എന്നെ സാറ് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. സാറ് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് സാറിൻ്റെ ഒരു പ്രസൻസ് കൊണ്ട്. അന്ന് 28 വയസ്സുള്ള ഒരു പക്വതയില്ലാതെ ഒരാളിനെ ഒരു പക്വതമായ രീതിയിൽ മോൾഡ് ചെയ്തതിൽ ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാമല്ലേ? അതെ, ആയിരിക്കാം. കാരണം എനിക്ക് വേറെ ഇതുമായിട്ട് വേറെ നോളജൊന്നും അധികമൊന്നുമില്ല. എൻ്റെ അനുഭവങ്ങളും എൻ്റെ ചിന്തകളും എൻ്റെ അനുഭവങ്ങളുമാണ് എന്നെ ഇതിൽ പിടിച്ച് നിർത്തിയിട്ടുള്ളത്. തീർച്ചയായും അങ്ങനെ ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ജോർജ് മാത്യു സാറ് അങ്ങേപ്പോലുള്ള ഒരാളെ കൂടെ ആയിരിക്കാം. എന്തായാലും നിങ്ങളെ ഈ ബോണ്ട് തുടരട്ടെ, നമുക്ക് വീണ്ടും കാണാം, ഇനിയും വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി, സന്തോഷം.